നമ്മുടെ നിത്യജീവിതത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന രണ്ട് ഗാനങ്ങളാണ് ജനഗണമനയും വന്ദേ മാതരവും. എന്നാൽ ഈ രണ്ട് ഗാനങ്ങളെയും ചുറ്റിപ്പറ്റി അടുത്ത കാലത്തായി വലിയ വിവാദങ്ങൾ പുകയുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും സ്കൂൾ അസംബ്ലികളിലും ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തൊട്ടു മുൻപായി ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. വന്ദേ മാതരത്തിന്റെ ആലാപന രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വാട്സാപ്പ് സന്ദേശങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും നാം കാണാറുള്ള ഒരു തർക്കമുണ്ട്. ജനഗണമന ബ്രിട്ടീഷ് രാജാവിനെ പുകഴ്ത്താൻ എഴുതിയതാണെന്നും വന്ദേ മാതരമാണ് യഥാർത്ഥ ദേശീയ ഗാനം ആകേണ്ടിയിരുന്നതെന്നും ഈ വാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട്? എന്തുകൊണ്ടാണ് 1950 നമ്മുടെ ഭരണഘടനാ ശില്പികൾ ജനഗണമന ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തത്? ഇപ്പോൾ സർക്കാർ വന്ദേ മാതരത്തെ ഉയർത്തിപ്പിടിക്കാനും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വാചാലരാകുന്നതിന്റെയും കാരണം എന്താണ്? നമുക്ക് നോക്കാം. 1870കളിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തിയ വരികളാണ് വന്ദേ മാതരം. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത് ആദ്യമായി പാടുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച മുദ്രാവാക്യമായിരുന്നു അത്. വന്ദേ മാതരം മാതൃരാജ്യത്തെ ഒരു ദേവിയായി സങ്കല്പിക്കുന്നു. പക്ഷേ രാജ്യത്തെ ഒരു ഹിന്ദു ദേവിയായി ആരാധിക്കുന്ന രീതിയാണ് ആനന്ദമഠം എന്ന നോവലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാം മതം ഏകദൈവ വിശ്വാസത്തിലും വിഗ്രഹാരാധനയ്ക്കുമെതിരായ നിലപാടിലും അധിഷ്ഠിതമായതിനാൽ രാജ്യത്തെ ഒരു പെൺദൈവമായി സങ്കല്പിച്ച് വന്ദിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിന് വിരുദ്ധമാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാദിച്ചു. കൂടാതെ നോവലിൽ മുസ്ലിം ഭരണാധികാരികൾക്കെതിരായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വന്ദേ മാതരത്തെ ഒരു വിഭാഗം സംശയത്തോടെ നോക്കാൻ കാരണമായി. ഇത് കേവലം ഒരു ഗാനത്തിന്റെ പ്രശ്നമായിരുന്നില്ല, മറിച്ച് ആ നോവൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം കൂടിയായിരുന്നു. ഭാരതാംബ എന്ന സങ്കല്പം ഹിന്ദു വിപ്ലവകാരികളെ ആവേശം കൊള്ളിച്ചെങ്കിലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെ എതിർത്തു. മുസ്ലിം സുഹൃത്തുക്കളുടെ ഈ ആശങ്ക ടാഗോർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒരിക്കൽ സുഭാഷ് ചന്ദ്രബോസിന് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു: വന്ദേ മാതരത്തിന്റെ ആദ്യ വരികൾ സുന്ദരമാണ്, അതിൽ മാതൃരാജ്യത്തെ പ്രകൃതിയായാണ് കാണുന്നത്, എന്നാൽ പിന്നീട് അത് ദുർഗാദേവിയായി മാറുന്നു. ഇത് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാകണമെന്നില്ല. അങ്ങനെ 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു. വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ഔദ്യോഗികമായി ഉപയോഗിക്കുക. കാരണം ആദ്യ വരികളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മതപരമായ ബിംബങ്ങളില്ല. എന്നാൽ പിന്നീട് വരുന്ന വരികളിലാണ് ദേവീ സങ്കല്പങ്ങൾ വരുന്നത്. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അന്നത്തെ നേതാക്കൾ കണ്ടെത്തിയ വഴിയായിരുന്നു അത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഒരു മതപരമായ തർക്കം മാത്രമായിരുന്നില്ല, മറിച്ച് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതുവായ പ്രതീകം കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമാണ് പിൽക്കാലത്ത് ജനഗണമന എന്ന മതേതര ഗാനത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ കാരണം. നമുക്ക് ജനഗണമനയിലേക്ക് വരാം. 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടാഗോർ ഇത് ആദ്യമായി ആലപിച്ചത്. ആ സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോർജ് 5 ഇന്ത്യ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാജാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രാംഭൂജ് ചൗധരി രചിച്ച ഒരു ഹിന്ദി ഗാനം ആലപിക്കപ്പെട്ടു. ഇംഗ്ലീഷ് പത്രങ്ങൾ ഈ 2 വാർത്തകളെയും കൂട്ടിക്കുഴച്ചു. ടാഗോർ പാടിയത് രാജാവിനെ പുകഴ്ത്തിയാണെന്ന് എഴുതി പിടിപ്പിച്ചു. പക്ഷേ ടാഗോർ ഈ ആരോപണത്തെ പരിഹസിച്ച് തള്ളി. ഭാരത ഭാഗ്യവിധാത എന്ന് താൻ വിളിച്ചത് യുഗങ്ങളായി ഭാരതത്തെ നയിക്കുന്ന ആ ചൈതന്യത്തെയാണ്, അല്ലാതെ ഒരു ബ്രിട്ടീഷ് രാജാവിനെ അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ടാഗോറിന്റെ ദേശീയത ഒരു രാജ്യത്തിൻ്റെത് മാത്രമല്ല, അത് മാനവികതയുടേതായിരുന്നു. എന്നാൽ രസകരമായ വസ്തുത, സുഭാഷ് ചന്ദ്രബോസ് INA ഔദ്യോഗിക ഗാനമായി തിരഞ്ഞെടുത്തത് ജനഗണമനയാണ്. സുഖ്ചൈൻ കി ബർഗ ബർസെ എന്ന പേരിൽ ഇതിന് ഒരു ഹിന്ദുസ്ഥാനി പരിഭാഷയും അദ്ദേഹം നൽകി. ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ നേതാജി ഒരിക്കലും ഒരു രാജാവിനെ പുകഴ്ത്തുന്ന ഗാനം തിരഞ്ഞെടുക്കില്ലെന്ന് നമുക്കറിയാം. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ജനഗണമനയെ ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തു. ഇതിന് പിന്നിൽ 3 കാരണങ്ങളുണ്ടായിരുന്നു. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളെയും ഈ ഗാനം പ്രതിനിധീകരിക്കുന്നു. വന്ദേ മാതരത്തെ പോലെ ഒരു പ്രത്യേക മതത്തിന്റെ ബിംബങ്ങൾ ഇതിലില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഒരേപോലെ പാടാൻ കഴിയുന്ന ഗാനമായിരുന്നു അത്. ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, വിദേശ രാജ്യങ്ങളിലെ മിലിറ്ററി ബാൻഡുകൾക്ക് വന്ദേ മാതരം വായിക്കാൻ പ്രയാസമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ജനഗണമന ഏത് രാജ്യത്തെ ബാൻഡുകൾക്കും വളരെ വേഗത്തിൽ വായിക്കാൻ കഴിയുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമാണ്. ഈ സാങ്കേതിക സൗകര്യവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഗാനം വേറിട്ട് നിൽക്കണമെന്ന ആഗ്രഹവുമാണ് ജനഗണമനയെ ദേശീയ ഗാനമാക്കി മാറ്റുന്നതിൽ നിർണായകമായത്. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജനഗണമനയെ ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തപ്പോൾ വന്ദേ മാതരത്തെ ഭരണകൂടം തഴയുകയായിരുന്നില്ല. പകരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിച്ചത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം ആയിരിക്കുമെന്നാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ആ ഗാനം വഹിച്ച ചരിത്രപരമായ പങ്ക് കണക്കിലെടുത്താണ് ദേശീയ ഗാനത്തിന് തുല്യമായ പദവി അതിനും നൽകിയത്. ജനഗണമന ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ഗാനമായപ്പോൾ വന്ദേ മാതരം
നമ്മുടെ സാംസ്കാരികവും വിപ്ലവാത്മകരവുമായ വികാരമായി നിലനിന്നു. എന്നാൽ 2026 ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ലക്ഷ്യം മറ്റൊന്നാണ്. വന്ദേ മാതരത്തിന്റെ 5 ചരണങ്ങളും പാടണമെന്നും അത് ജനഗണമനയ്ക്ക് മുൻപ് നിർബന്ധമായും ആലപിക്കണമെന്നും പറയുമ്പോൾ 1937 സാംസ്കാരികമായ ഒരുമയ്ക്ക് വേണ്ടി നേതാക്കൾ മാറ്റിവെച്ച ആ വരികൾ വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. 3 മിനിറ്റ് 10 സെക്കൻഡ് നീളുന്ന ആലാപനം ഔദ്യോഗിക ചടങ്ങുകളുടെ ഭാഗമാകുമ്പോൾ അത് കേവലം ഒരു ഗാനാലാപനമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാംസ്കാരിക ദേശീയതയെക്കുറിച്ചുള്ള പുതിയൊരു പ്രഖ്യാപനം കൂടിയാണ്. ദേശീയത എന്നത് സ്വാഭാവികമായി വരേണ്ട ഒരു വികാരമാണ്. ഒരു ഗാനം പാടാൻ ഒരാളെ നിർബന്ധിക്കുന്നത് വഴി ലഭിക്കുന്നത് വിധേയത്വമാണ്, ബഹുമാനമല്ല. യഥാർത്ഥ ബഹുമാനം വരുന്നത് ആ ഗാനം ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെ, നീതി, സമത്വം, സാഹോദര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ്. രവീന്ദ്രനാഥ ടാഗോർ വിഭാവനം ചെയ്ത ദേശീയത ഒരിക്കലും ഇടുങ്ങിയതായിരുന്നില്ല. അത് ലോകത്തെ മുഴുവൻ ഒരു കൂടായി കാണുന്ന വിശ്വഭാരതി എന്ന സങ്കല്പമായിരുന്നു. അതുപോലെ തന്നെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നിടത്താണ് രാജ്യത്തിന്റെ അന്തസ്സെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഒരാളുടെ വിശ്വാസത്തിനുമേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കപ്പെടാത്തതാണ് യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരം.